അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പരസ്പരം തെറ്റിയിട്ടുള്ളവർ, അതായത് പിണക്കത്തിലൂടെ അവർ പഴയതുപോലെ ശരിയാവാൻ ഓതേണ്ട സൂറത്ത് ആയത്തുമായിട്ടാണ്. വെറും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്നവർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പിണക്കം മാറുവാൻ, മക്കളുടെ ഇടയിലുള്ള പിണക്കം മാറുവാൻ, സഹോദരങ്ങളുടെ ഇടയിലുള്ള പിണക്കം മാറി അവരുടെ ഹൃദയത്തിലും അവരുടെ ജീവിതത്തിലും പഴയതുപോലെയുള്ള സ്നേഹം കണ്ടെത്തുവാൻ ഓതേണ്ട പരിശുദ്ധ ഖുർആനിലെ മഹത്തായ 2 ആയത്തുകളെ സംബന്ധിച്ചാണ് ഇന്ന് പറയുന്നത്. നല്ല നിയ്യത്തോടു കൂടി, നല്ല വിശ്വാസത്തോടു കൂടി, ഇടക്ക് മറ്റൊരു സംസാരത്തിലും ഏർപ്പെടാതെ അല്ലാഹുവോടുകൂടി ഈ 2 ആയത്തുകൾ ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായും അവരുടെ പിണക്കങ്ങൾ മാറി പഴയത് പോലെയുള്ള സ്നേഹം അവരുടെ ഹൃദയത്തിലും അവരുടെ ജീവിതത്തിലും അല്ലാഹു തആല ഇട്ട് കൊടുക്കുന്നതാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീനിലെ 2 ആയത്തുകൾ. ഈ 2 ആയത്തുകൾ ധാരാളം പ്രാവശ്യം നല്ല നിയ്യത്തോടു കൂടി ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. ഈ 2 ആയത്തുകൾ ധാരാളം പ്രാവശ്യം ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ പരസ്പരം പിണക്കത്തിൽ കഴിയുന്ന, വർഷങ്ങളായി മിണ്ടാതിരിക്കുന്നവരുടെ ഹൃദയങ്ങൾ അടുക്കും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പിണക്കം മാറുവാൻ, അതുപോലെ സഹോദരങ്ങളുടെ ഇടയിലുള്ള പിണക്കം മാറുവാൻ, മക്കളുടെ ഇടയിലുള്ള പിണക്കം മാറി മുമ്പത്തെ പോലെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. ഈ 2 ആയത്തുകൾ കുറേ പ്രാവശ്യം ഓതി ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ഒരു പിണക്കവുമില്ലാതെ സന്തോഷത്തോടു കൂടി മരണം വരെ നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നാം ഒരിക്കലും കുടുംബ ബന്ധം മുറിക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നന്മ തോന്നിയാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.